ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഹ്യൂമാക്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരീക്ഷ കഴിഞ്ഞു, നോമ്പ് കഴിഞ്ഞു, പെരുന്നാൾ കഴിഞ്ഞു, ഒരു അക്കാഡമിക് ഇയർ കഴിഞ്ഞു, +2 കാല ജീവിതം അവസാനിച്ചു. നമ്മളിനി എന്ത് ചെയ്യണമെന്നുള്ള പൊതു ചർച്ചയിലേക്ക് നമ്മളുടെ വാതായനങ്ങളെ തുറന്ന് ചെവി കൂർപ്പിച്ചിരിക്കേണ്ട ഒരു സന്ദർഭത്തിലാണുള്ളത്. പരീക്ഷയുടെ കാലമെന്ന് പറയുന്നത് ഒരുപാട് വേദനകൾ ഉണ്ടാക്കുന്ന വാർത്തകൾ നൽകുന്നതായിരുന്നു. കോപ്പിയടി വിവാദവുമായി ബന്ധപ്പെട്ട അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത് വലിയ വേദന ഉളവാക്കുന്നതായിരുന്നു. ഇതൊരിക്കലും പറയാതെ പോകാൻ പറ്റില്ല. ഒരു ഭാഗത്ത് മലപ്പുറത്ത് ഒരുപാട് കോപ്പിയടി സംഭവിക്കുന്നു എന്ന് പറയുന്നു. ഇതിനെതിരെ ഇൻവിജിലേറ്റേഴ്സ് നല്ല ജാഗരൂകരായിരിക്കണം എന്ന് പറയുമ്പോൾ മറ്റൊരു ഭാഗത്ത് കോപ്പി അടിച്ചതിന് ആക്ഷൻ എടുത്തതിന്റെ പേരിൽ ഒരു അധ്യാപകൻ ക്രൂശിക്കപ്പെടുന്നു നമ്മൾ ഈ സമയത്ത് കാണുകയുണ്ടായി. വളരെ സങ്കടകരമായ പല അവസ്ഥാന്തരങ്ങളും കടന്നുപോയി. ഒരു ഭാഗത്ത് ലഹരി പിടിമുറുക്കുന്നു, മറ്റൊരു ഭാഗത്ത് കോപ്പി അടിച്ചത് പിടിക്കുന്ന അധ്യാപകരുടെ വാഹനത്തിന് മുൻപിലേക്ക് കുട്ടികൾ പടക്കമെറിയുന്നു. ഇങ്ങനെ ഒരുപാട് സംഭവ വികാസങ്ങളും കഴിഞ്ഞു. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരന്മാരോട്, എൻ്റെ കുട്ടികളോട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. നമ്മൾ എത്ര പഠിച്ചാലും, എത്ര A+ മേടിച്ചാലും, നമ്മൾ എന്തൊക്കെ നേടി എന്ന് പറഞ്ഞാലും, ഗുരുത്വം എന്ന് പറയുന്ന ഒന്നിലേക്ക് നമ്മൾ അടുത്തിട്ടില്ലെങ്കിൽ നേടിയതെല്ലാം വെറുതെയാകും. രാവ് മുതൽ ഇരുട്ടുവോളം വെള്ളം കോരിയിട്ട് അവസാനം കലമുടക്കുന്നതിന് തുല്യമാവും. അതുകൊണ്ട് ആരും തന്നെ മുൻപിൽ നിൽക്കുന്ന ടീച്ചേഴ്സിനെ ഗുരുതുല്യരായിട്ടല്ലാത്ത രീതിയിൽ കണ്ട് അവരൊരു കോമാളി വേഷത്തിലേക്ക് എത്തിച്ച് അവരെ മുന്നിൽ ആടിത്തീർക്കുന്ന ഒന്നാക്കിയിട്ട് വിദ്യാഭ്യാസത്തെ മാറ്റരുത് എന്നാണ്. അതൊരു ആഭാസമല്ല, അതൊരു അഭ്യാസമാണ്, അതൊരു വിദ്യാഭ്യാസം. വിദ്യയിലേക്ക് നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുന്ന ഒരു പ്രത്യേകതരം അവസ്ഥാന്തരത്തിനെയാണ് വിദ്യാഭ്യാസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എൻ്റെ കുട്ടികൾ, സ്നേഹം നിറഞ്ഞ മക്കൾ മനസ്സിലാക്കണമെന്ന് ആദ്യമേ പറയുകയാണ്. ഈ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സയൻസുകാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയ പ്രയാസമുള്ള എക്സാമുകളായിരുന്നു നടന്നത് എന്നുള്ളതാണ് കേൾക്കുന്നത്. അത് മിഷൻ 13 2030 ബന്ധപ്പെട്ട എൻട്രൻസിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ചുള്ള ഒരു +2 വിദ്യാർത്ഥികളെ മേക്ക് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് എന്നാണ് മനസ്സിലാകുന്നത്. എന്നാൽ ഹ്യൂമാനിറ്റീസിലും വലിയ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. +2 പൊളിറ്റിക്കൽ സയൻസ്, അതുപോലെ തന്നെ +2 ഹിസ്റ്ററി, ഇനി +1 ആണെങ്കിൽ അതിൽ കുറെയൊക്കെ സോഷ്യോളജി ഒക്കെ അത്യാവശ്യം നല്ല ടഫായിട്ട് തന്നെ ആയിരുന്നു പോയിരുന്നത്. എന്നാൽ ഡബിൾ പാസ് മേടിക്കാനും പാസ്സാകാനും പറ്റുമ്പോഴേ മറ്റൊരു ഭാഗത്ത് A+കാരെ കുറക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സിലാകുന്നത്. നല്ല രീതിയിൽ പഠിച്ചവർക്ക് മാത്രം A+ ലഭിച്ചാൽ മതി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ട് മുൻപ് അങ്ങനെ ആയിരുന്നില്ല. എന്ന് വെച്ച് മുൻപ് A+ കിട്ടിയവരെ ഒരിക്കലും തന്നെ താഴ്ത്തി കാണിക്കല്ല, അവരൊക്കെ നന്നായിട്ട് പഠിച്ച് മേടിച്ച് തന്നെയാണ്. പക്ഷെ അത് ഒന്നും കൂടെ ടഫായിട്ടാണ് എക്സാം വന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി പറയുന്നത്, നിങ്ങളുടെ ഹ്യൂമാക്സിനെ ക്ഷണിക്കുന്നത് ഇനി +2 കുട്ടികൾക്കായാലും +1 വിദ്യാർത്ഥികൾക്ക് അടുത്ത വർഷമാണെങ്കിലും വേണ്ടതാണ് ഇനി എന്ത്. ഒരു വലിയ ചോദ്യചിഹ്നമാണല്ലേ ഇനി എന്ത്. ആ ചോദ്യത്തിന് നമ്മൾ മറുപടി കണ്ടെത്തിയേ പറ്റൂ. അതാണ് ഇനി ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇനി എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾക്ക് ഇനി മുൻപോട്ട് നമ്മൾ ഇനി എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, അത് ഏതൊക്കെ കോഴ്സുകൾ നമുക്ക് പെട്ടെന്ന് ജോലി നൽകും, ഏതൊക്കെ കോഴ്സുകളാണ് നമുക്ക് നമ്മുടെ കഴിവുകൾക്കനുസരിച്ച് ജോലി ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കോഴ്സുകൾ എന്നൊക്കെ മനസ്സിലാക്കണം. ഗ്രാമത്തിലാണോ നഗരത്തിലാണോ നമ്മൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നമ്മളുടെ പാഷൻ എന്താണ്, നമ്മളുടെ പാഷൻ അനുസരിച്ച് നമ്മുടെ രക്ഷിതാക്കൾക്ക് നമ്മളെ പഠിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത് വലിയൊരു ചർച്ചയാക്കേണ്ട വിഷയം തന്നെയാണ്. കുട്ടികളൊക്കെ നന്നായിട്ട് പഠിക്കും, നന്നായിട്ട് പഠിച്ച് +1 +2 നല്ല മാർക്ക് മേടിക്കും. ആ സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സിലേക്ക് നിങ്ങളെ അഡ്മിറ്റ് ചെയ്യാൻ നിങ്ങളെ പേരൻസിന് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നമ്മൾ എടുക്കുന്ന കോഴ്സ്, അതിനുള്ള ഫീ അടക്കാൻ നമ്മുടെ പേരൻസിന് കഴിയുമെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. കാരണം സൗജന്യ വിദ്യാഭ്യാസം ഏകദേശം അവസാനിക്കാൻ പോവാണ്.
ഇനി മെറിറ്റ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടുന്നവർക്ക് മാത്രമാണ് സൗജന്യ വിദ്യാഭ്യാസം ഉള്ളത്. അല്ലാതെ നമ്മൾ പഠിക്കുന്ന എല്ലാ കോഴ്സിനും നമ്മൾ ഫീ കെട്ടേണ്ടതായിട്ട് വരും. എന്നാൽ മെറിറ്റ് കോട്ടയിൽ പഠിക്കുന്ന പല കോഴ്സുകൾക്കും തന്നെ നമ്മൾ കുറച്ച് ഫീ അങ്ങോട്ട് കെട്ടേണ്ടതായിട്ട് വരും. അത് തന്നെ വലിയ പ്രൈസ് ആയിട്ട് വരാറുണ്ട്. എന്നാൽ ചിലതില് വലിയ പ്രൈസ് വരാറുമില്ല. എന്താണെങ്കിലും ഫീ കൊടുത്ത് പഠിക്കുന്ന കോഴ്സാണോ നമ്മൾ എടുത്ത് പഠിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നമ്മളുടെ രക്ഷിതാക്കൾക്ക്, നമ്മുടെ പേരന്റിന്, അത് ആരാണെങ്കിലും നമ്മളെ സംരക്ഷിക്കുന്ന ആൾക്ക്, അത് ഭാര്യയാവട്ടെ, ഇനി ഭർത്താവട്ടെ, ഇനി ഉമ്മയാവട്ടെ, ഉപ്പയാവട്ടെ, അമ്മാവനാവട്ടെ, എളാപ്പയാവട്ടെ, ആരും ആവട്ടെ, ആരാണെങ്കിലും പഠിപ്പിക്കുന്നത് ആരാണോ അവർക്ക് നമ്മളെ പഠിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുള്ള കോഴ്സിനെ തെരഞ്ഞെടുക്കാം. അതോടുകൂടെ നമ്മുടെ പാഷൻ ആയിരിക്കും വേണം കോഴ്സ്. എല്ലാം കൂടെ ഒന്നിച്ചു വരുന്ന രീതിയിലാവണം നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞതിന്റെ ഒരു നിജസ്ഥിതി നിങ്ങൾക്ക് മനസ്സിലായോ? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അന്നാന്നത്തെ വരുമാനത്തിന് വേണ്ടി അന്നാന്ന് പാടത്ത് പോയി കൈക്കോട്ട് കൊത്തുന്ന ഒരു കർഷകൻ, കർഷക വൃത്തി ഒരിക്കലും മോശമായ ഒരു ജോലി ആയിട്ടല്ല കേട്ടോ മാഷൂടെ പറയുന്നത്, ഒരു ഉദാഹരണം പറയണം. അല്ലെങ്കിൽ അന്നാത്തെ ജീവിതത്തിന് വേണ്ടിയിട്ട്, അന്നത്തിന് വേണ്ടിയിട്ട് ജോലിക്ക് പോകുന്ന ഒരു രക്ഷിതാവ്, ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മകനെ MBBS പറഞ്ഞയക്കുക എന്നുള്ളത് ആ ഉപ്പയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആ ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നതിന് തുല്യമാണ്, അല്ലേ? അങ്ങനെ ഒരിക്കലും നമ്മളെ രക്ഷിതാക്കളെ പ്രയാസപ്പെടുത്താൻ പാടില്ല. എൻ്റെ ഉപ്പാക്ക് ഇത്രയാണ് ജോലി ചെയ്താൽ കിട്ടുക, അതുകൊണ്ട് എന്തൊക്കെ കഴിയണമെന്നൊക്കെ മക്കളായ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. അതൊക്കെ വെച്ചാവണം നമ്മൾ പഠിക്കാൻ പോകുന്നത്. പറ്റുമെങ്കിൽ എല്ലാ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും നിങ്ങളുടെ വീട്ടിലെ സമ്മതപ്രകാരം നിങ്ങൾക്ക് പറ്റുന്ന സുരക്ഷിതമായ അറ്റ്മോസ്ഫിയറിൽ നിന്നുകൊണ്ട് ഒരു സൈഡ് ബിസിനസ്, സൈഡായിട്ട് കിട്ടുന്ന ഒരു നമ്മുടെ പോക്കറ്റ് മണി ഉണ്ടാക്കാവുന്ന രീതിയിലെങ്കിലും ഒരു ചെറിയ ജോലി കണ്ടെത്തണം. അത് വളരെ നല്ലതാണ്. അതുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ വലിയ മുതൽക്കൂട്ടാവും. നമ്മൾ ഒഴുക്കുന്ന ഓരോ തുള്ളി വിയർപ്പിനും വിലയുണ്ട് എന്ന് നമുക്ക് തന്നെ മനസ്സിലാകും. നമ്മുടെ ഉപ്പയും ഉമ്മയും അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും നമുക്കതിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് നമ്മൾ ചെറുതാണെങ്കിലും ഒരു സൈഡ് ബിസിനസ് തുടങ്ങണം. അതിനി ഒരാൾക്ക് കീഴിൽ ജോലി ചെയ്താണെങ്കിൽ അങ്ങനെ സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, ഏത് രീതിയിലായാലും വേണ്ടില്ല, എന്തായാലും അതിലേക്ക് നമ്മൾ ഇറങ്ങണം. ആ രീതിയിൽ നമുക്ക് പഠിക്കാനുള്ള ക്യാഷ് നമുക്ക് തന്നെ ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നീട് അവരെ ബുദ്ധിമുട്ടിക്കേണ്ടതില്ലല്ലോ. നമ്മളെ വീട്ടിൽ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയാവില്ല. അതും കൂടെ നിങ്ങൾ കണ്ടിട്ട് വേണം ഒരു കോഴ്സിനെ തെരഞ്ഞെടുക്കാൻ എന്നാണ് ആദ്യമേ പറയാനുള്ളത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കരിയർ ഗൈഡൻസ് ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസുകളാണ് വരിക. എടുക്കാൻ പറ്റുന്ന കോഴ്സുകൾ, നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിന്റെ അഭിരുചികളൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് ഏത് കോഴ്സാണ് പറ്റുന്നതെന്ന് ഞാൻ വീഡിയോയിൽ പല സെക്ഷനുകളായിട്ട് പറയും. ഓരോ കോഴ്സിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. നിങ്ങൾക്ക് അതൊക്കെ കേൾക്കാനായിട്ട് പറ്റും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിന്റെ കൂടെ ഫോളോ ചെയ്ത് കൂടണം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പറിലേക്ക് വിളിച്ച് എന്നോട് ചോദിക്കാവുന്നതാണ്. ചില കോഴ്സുകൾ നഗരത്തിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ജോലിയുമായി ബന്ധപ്പെട്ട കോഴ്സുകളായിരിക്കും. ചില ജോലി ഗ്രാമത്തിൽ മാത്രം ജോലി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോഴ്സുകളായിരിക്കും. ചില ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് നാട്ടിൽ കിട്ടില്ല, നമ്മൾ ഇന്ത്യ രാജ്യത്തെ കിട്ടില്ല, വിദേശത്ത് പോകേണ്ടി വരും ആ കോഴ്സിനനുസരിച്ച് ജോലി കിട്ടണമെങ്കിൽ. ചില കോഴ്സുകൾ പഠിക്കണമെങ്കിൽ തന്നെ ചിലപ്പോൾ ഇന്ത്യയിൽ പറ്റിക്കൊള്ളണമെന്നില്ല. ഇങ്ങനെ ചില കോഴ്സുകൾക്ക് ഒരുപാട് ഫീ ആവശ്യമായിട്ട് വരും. ചില കോഴ്സുകൾ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് ഇതിലൊക്കെ. ഞാൻ പറഞ്ഞ ചെറിയ എക്സാമ്പിൾ പറയട്ടെ. എഞ്ചിനീയറിങ് പഠിച്ച ഒരാള്, പക്ഷേ അയാളുടെ പാഷൻ എന്ന് പറയുന്നത് എഞ്ചിനീയറിങ് അല്ല, ആർട്സ് വിഷയത്തിൽ അധ്യാപകനാണ്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് അയാളുടെ ജോലിയിൽ ഒരിക്കലും തന്നെ ഒരു പൂർണ്ണമായിട്ടും ആ ജോലിയിലേക്ക് തന്നെ അർപ്പിക്കാൻ കഴിയില്ല. ഒരു മടുപ്പോട് കൂടിയായിരിക്കും നമ്മൾ ആ ജോലിക്ക് പോകുന്നത്. ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് നമ്മൾ ജോലിക്ക് പോകുമ്പോൾ ഇന്നിപ്പോ പോണല്ലോ എന്നുള്ള ആ ഒരു പ്രയാസം മാറ്റിയിട്ട് ഇന്ന് ജോലിക്ക് പോണം, നമുക്ക് ഹാപ്പിയോട് കൂടി എഴുന്നേറ്റ് നമ്മുടെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ജോലിക്ക് സന്തോഷത്തോടു കൂടി ചെന്ന് ആ ജോലി ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിൽ നമ്മുടെ മാക്സിമം നമുക്കവിടെ അർപ്പണ മനോഭാവത്തോടു കൂടി, ആത്മാർത്ഥതയോടു കൂടി, സന്തോഷത്തോടു കൂടി ചെയ്യാൻ പറ്റണം.
അങ്ങനെയുള്ള ജോലി ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജോലിയിൽ നല്ല പ്രൊമോഷനൊക്കെ കിട്ടുന്ന രീതിയിൽ ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അതിനെന്ത് വേണം? നമ്മുടെ പാഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ പാഷൻ അനുസരിച്ചുള്ള ജോലി കിട്ടണമെങ്കിൽ എന്താണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കണം. അത് പഠിക്കേണ്ട സ്ഥാപനം ഏതാണ്, ഏത് കോഴ്സ് എടുക്കണം, അത് നമ്മുടെ രക്ഷിതാക്കൾക്ക് അഫോർഡബിൾ ആവുമോ, അത് എനിക്ക് പഠിക്കാൻ കഴിയുമോ, എല്ലാം ഒരുമിച്ച് വരുന്ന രീതിയിലാവട്ടെ നമ്മുടെ ഓരോ കോഴ്സിന്റെയും തെരഞ്ഞെടുപ്പുകൾ. അതിലേക്ക് നിങ്ങളെ വിരൽ ചൂണ്ടി കൃത്യദിശയിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ഭാഗങ്ങളായിരിക്കും ഇനി വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോ ഇനി തുടർന്നുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ കാണാം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പറിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. ഇനി അടുത്ത ഈ കരിയർ ഗൈഡൻസുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോയുമായി ഇനിയും വരാം.